ബ്ലാക്ക് സ്റ്റോൺ. നമ്മളിൽ ചിലരെങ്കിലും സ്ഥിരമായി പോകുന്ന പല ആശുപത്രികളും ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോണിന്റെ കയ്യിലാണ്. കിംസ് ആശുപത്രി, ആസ്റ്റർ, അങ്ങനെ അങ്ങനെ. ഈ പേര് ഈ അടുത്ത കാലത്താണ് വലിയ ചർച്ചയായിട്ടുള്ളത്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വിഴുങ്ങുന്ന ബഹുരാഷ്ട്ര ഭീമൻ ബ്ലാക്ക് സ്റ്റോൺ. കൂടുതൽ സ്വകാര്യ നിക്ഷേപം വരട്ടെ, അത് നല്ലതല്ലേ എന്നല്ലേ നിങ്ങളിപ്പോ പറയാൻ പോകുന്നത്. അങ്ങനെ പറയാൻ വരട്ടെ. അതിനു മുൻപ് ആരാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ? വെറും ഒരു സ്വകാര്യ കമ്പനി മാത്രമാണോ ഈ ബ്ലാക്ക് സ്റ്റോൺ? അല്ല. ദി ഗാർഡിയൻ എന്ന ബ്രിട്ടീഷ് പത്രം ബ്ലാക്ക് സ്റ്റോണിനെ വിശേഷിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ? ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂവുടമ എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം അവർ ബ്ലാക്ക് സ്റ്റോണിനെ അങ്ങനെ വിശേഷിപ്പിച്ചത്? അവരാണോ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂമി കൈയാളുന്നത്? അത് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പോൾ ഈ ബ്ലാക്ക് സ്റ്റോണിന് കേരളത്തിൽ എന്താണ് കാര്യം എന്ന് പറയാം. ബ്ലാക്ക് സ്റ്റോൺ 2023 മാത്രം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിച്ചത് 8300 കോടി രൂപയാണ്. കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റൽ ചെയിനുകളായ കിംസും ആസ്റ്ററും തുടങ്ങി ദേശീയ കമ്പനികളായ ക്വാളിറ്റി കെയർ വരെ ഇന്ന് ബ്ലാക്ക് സ്റ്റോണിന്റെ നിയന്ത്രണത്തിലാണ്. എന്താണ് ഇവർക്ക് കേരളത്തിൽ താല്പര്യം? 2023 ബ്ലാക്ക് സ്റ്റോൺ കിംസിന്റെ 80% ഓഹരികളും വാങ്ങി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് കടക്കുന്നത്. എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ബ്ലാക്ക് സ്റ്റോൺ നേരിട്ടല്ല കിംസ് ഗ്രൂപ്പ് ഓഹരികൾ വാങ്ങിയത്. ആദ്യം ആരോഗ്യ രംഗത്ത് ദേശീയ തലത്തിൽ അടിത്തറയുള്ള ക്വാളിറ്റി കെയർ എന്ന സ്ഥാപനത്തിന്റെ ഭൂരിഭാഗം ഓഹരിയും വാങ്ങി. എന്നിട്ട് ക്വാളിറ്റി കെയറിന് ഉപയോഗിച്ച് കിംസിന്റെ ഓഹരിയും വാങ്ങി. ആദ്യം ശക്തമായ ഒരു കമ്പനി വാങ്ങി പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ശേഷം മറ്റു കമ്പനികൾ വാങ്ങി കൂട്ടിച്ചേർക്കുക. ഇതേ തന്ത്രത്തിലൂടെ അദാനി ഗ്രൂപ്പ് രാജ്യത്തെ മാധ്യമ ശൃംഖലയെ ആകെ കൈക്കലാക്കിയത് നമ്മൾ കണ്ടതാണ്. ആരോഗ്യ രംഗത്ത് മാത്രമല്ല ബ്ലാക്ക് സ്റ്റോണിന്റെ ഇടപെടൽ ഇന്ത്യയിലെ പ്രമുഖ ഡാറ്റാ സെന്റർ കമ്പനികളെയും ബ്ലാക്ക് സ്റ്റോൺ ഇതിനകം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു എന്ന് കരുതാൻ വരട്ടെ. അമേരിക്കയിൽ സാധാരണക്കാരുടെ വീടുകൾ വാങ്ങിക്കൂട്ടി വാടക കുത്തനെ വർദ്ധിപ്പിച്ച് ജനങ്ങളെ തെരുവിലിറക്കിയ ചരിത്രമുണ്ട് ബ്ലാക്ക് സ്റ്റോണിന്. ബ്ലാക്ക് സ്റ്റോൺ അമേരിക്കയിലെ മധ്യവർഗ വിഭാഗങ്ങളെ വീടില്ലാത്തവരാക്കി എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഐക്യരാഷ്ട്രസഭയാണ്. അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലാകെ ബ്ലാക്ക് സ്റ്റോണിന്റെ ചൂഷണ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഇവരുണ്ടാക്കിയ കൃത്രിമ വിലവർദ്ധനവ് തടയാൻ ഡെൻമാർക്ക് പാർലമെന്റ് ബ്ലാക്ക് സ്റ്റോൺ നിയമം വരെ പാസാക്കിയിട്ടുണ്ട്. ഈ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നത് വരുംകാല സർക്കാർ നയങ്ങളെ ആശ്രയിച്ചിരിക്കും.